മഹാന്മാരായ മഹത്തുക്കളായ ജനങ്ങളൊക്കെ വർഷത്തിൽ 3 പത്തുകൾ നന്നായി സന്തോഷിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകുകയും ചെയ്യുമായിരുന്നു. വളരെ ആ ദിവസങ്ങളെ മഹത്വവൽക്കരിക്കുകയും വളരെ പ്രാധാന്യത്തോടുകൂടി കാണുകയും അമലുകൾ കൊണ്ട് പെരുപ്പിക്കുകയും ചെയ്യും ജീവിതത്തെ. അതിലൊന്ന് ഒരു 10 എന്ന് പറയുന്നത് പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10ആണ്. രണ്ടാമത്തെ 10 ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെ ആദ്യത്തെ 10ആണ്. 3 മുഹറം 1 മുതൽ 10 വരെ. ഈ ദിവസങ്ങളൊക്കെ വലിയ പുണ്യമായി ശ്രേഷ്ഠമായി അവർ കാണുകയും ആ ദിവസങ്ങളിൽ നന്നായി നോമ്പനുഷ്ഠിക്കുകയും അമൽ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ മുഹറം 10ന്റെ നോമ്പിനൊരു പ്രത്യേകത കൂടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി, മൻ വസഅ അലാ അഹ്ലിഹി യൗമ ആശൂറ വസഅല്ലാഹു അലൈഹി സായിറ സനതി ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. ആരെങ്കിലും മുഹറം 10ന്റെ ആശൂറ ദിവസത്തിൽ തന്റെ കുടുംബാദികൾക്ക് ഭക്ഷണത്തിലോ മറ്റോ ഒക്കെ വിശാലത ചെയ്തു കൊടുത്താൽ, കുടുംബത്തെ ഒന്ന് സന്തോഷിപ്പിച്ചാൽ, ഭാര്യ സന്താനങ്ങളെ മാതാപിതാക്കളെയൊക്കെ നന്നായി വിശാലമായി ചെയ്തു കൊടുത്താൽ, വസഅല്ലാഹു ലഹു, അല്ലാഹു അവന്റെ ആ വർഷത്തിലെ മുഴുവനും റിസ്കിന്റെ മേഖലയിൽ അല്ലാഹു അഭിവൃദ്ധിയും സന്തോഷവും ഇസ്സത്തും വിശാലതയും പ്രദാനം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതായത് മുഹറം ആശൂറ ദിവസത്തെ ഒരു മഗ്രിബ് മുതൽ അടുത്ത മഗ്രിബ് വരെയാണ്. രാത്രി പകല് നമുക്ക് നോമ്പാണ്, പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള സമയം. ഈ സമയത്ത് കുടുംബത്തിന് നന്നായി നമ്മുടെ ഭക്ഷണം ഒന്ന് മൊഞ്ചാക്കി. സാധാരണ പ്ലാസ്റ്റിക് കോഴി മേടിക്കുന്ന ആള് ഒരു നാടൻ കോഴി മേടിച്ചു, നാടൻ കോഴി മേടിക്കുന്ന ആള് നല്ല ബീഫ് മേടിക്കുന്ന ആൾ മട്ടൻ മേടിച്ചു. നല്ല വിഭവസമൃദ്ധമായി ഭാര്യ സന്താനങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തിയാൽ, മാതാപിതാക്കളെ തന്റെ കുടുംബത്തിന് തൃപ്തിപ്പെടുത്തിയാൽ, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുക, എങ്ങനെയൊക്കെ പറ്റുമോ നമ്മുടെ ഉള്ള ഉപജീവന മാർഗത്തിൽ ഉള്ള വരുമാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പരമാവധി നന്നായി ഇന്നത്തെ ദിവസം ആശൂറ ദിവസം നിങ്ങൾ വിശാലപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. എന്നാൽ ആ വർഷം മുഴുവനും അവന്റെ ഉപജീവന മാർഗത്തിൽ റിസ്കിന്റെ മേഖലയിൽ അഭിവൃദ്ധിയും വിശാലതയും തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എത്രയോ പണ്ഡിത മഹത്തുക്കൾ ഇത് വെച്ച് പരീക്ഷിച്ചെന്നറിയാം. ഇന്നും കേരളത്തിൽ ഉള്ള ഉലമാക്കൾ മിക്കവരും ഇന്നത്തെ ദിവസം ആശൂറ ദിവസം കാത്തിരിക്കും വീട്ടിലെല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഒരുപാട് കാരണങ്ങൾ. ഒന്ന്, ഇന്നത്തെ ദിവസമാണ് ഷിയാക്കൾ അവർ ദുഃഖമാചരിക്കുന്ന ദിവസമാണ് മുഹറം 10. ശരീരത്തൊക്കെ ബ്ലേഡ് കൊണ്ട് കത്തി കൊണ്ടൊക്കെ അടിച്ച് കീറി ഷിയാക്കളുടെ ഇന്നത്തെ ദുഃഖാചരണമാണ് കർബല. അപ്പോ ഇത് തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാം, ബാക്കിയാത്തിലൊക്കെ പഠിക്കുമ്പോൾ കാണാം, ഇങ്ങനെ അടിച്ച് കീറിയിട്ട് ശരീരം ഇങ്ങനെ രക്തത്തിലാക്കി പോകുന്ന ഒരു ദുഃഖാചരണം. ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, അങ്ങനെ സംഭവം ഇല്ല എന്ന് വരുത്തി തീർക്കലാണ് മുസ്ലിമീങ്ങൾ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്, മുസ്ലിമീങ്ങൾ ഇന്ന് ആസ്വദിക്കേണ്ട ദിവസമാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരമില്ല, അനുഷ്ഠാനമില്ല, ഇത് ഷിയാക്കളുടെ ആചാരങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം സന്തോഷിക്കണം, കുടുംബക്കാരെ സന്തോഷിപ്പിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെയൊക്കെ പരമാവധി നമ്മുടെ ഭാര്യ സന്താനങ്ങൾ കുടുംബക്കാരെയൊക്കെ ഇൻഷാ അല്ലാഹ് തൃപ്തിപ്പെടുത്തിയോ നമ്മളുടെ റിസ്കിന്റെ മേഖല അല്ലാഹു വിശാലത തരും, ബറക്കത്ത് ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പിശുക്കൊന്നും വേണ്ട, എല്ലാം മട്ടനൊക്കെ മേടിച്ചോ ഇൻഷാ അല്ലാഹ്.